പ്രഭാത ഭക്ഷണം കഴിച്ച് റാംമോഹൻ തനിയെ വാഷ് ബേസിൻ വരെ സുമ അടുത്തെത്തും മുന്നേ പ്ലെയിൻ ഗെയിൻ ഇല്ലാതെ നടക്കാൻ ശ്രമിച്ചു. അദ്ദേഹം നടന്നു നീങ്ങി. തട്ടി വീഴാൻ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സുമ എല്ലാം മാറ്റിയിരുന്നു. നടക്കാൻ അദ്ദേഹം വളരെ വേഗം പ്രാപ്തനായി. സുമ കിച്ചണിൽ നിന്നും വേഗം റാംമോഹനെ മുറിയിൽ വന്ന് അന്വേഷിച്ചു. അയാളെ അവിടെ കണ്ടില്ല. ഭയന്നുപോയ സുമ ഉറക്കെ വിളിച്ചു, "റാമേട്ടാ, റാമേട്ടാ!" "എവിടെയാണ്?" വിളി കേട്ട റാം, "ഞാനിവിടെ ഉണ്ട് സുമേ." അവളോ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. തുകിനിയുടെ ഫിഷ് ബൗൾ വീഴാതിരിക്കാൻ അതും പിടിച്ച് നിൽക്കുകയാണ് അദ്ദേഹം. "എന്തിനാണ് എന്നെ വിളിച്ചുകൂടായിരുന്നോ? താഴെ വീണുടഞ്ഞു പോയെങ്കിൽ എന്തു ചെയ്യും? കാലിൽ ചെരുപ്പില്ല. എന്തിനാണ് ചേട്ടാ ഒറ്റയ്ക്ക് പ്രാക്ടീസിന് ഇറങ്ങി തിരിച്ചത്? ബ്ലെയിൻ ഗെയിൻ ഇല്ലാതെ." "അത് വേണ്ടാട്ടോ. ഇനി മറിഞ്ഞുകൂടി വീണാലേ വേഷമായിരിക്കും. ഞാൻ നോക്കിയിരിക്കുമ്പോൾ പ്രാക്ടീസ് ആകാം. പറയുന്നതനുസരിച്ച് വീഴാതെ നടക്കാലോ." "നിനക്ക് സർപ്രൈസ് തരാൻ കിച്ചണിൽ ചെന്ന് കയറിയതാ. തുകിനിയുടെ മുറിയായിപ്പോയി." "അത് സാരമില്ല. ഇതൊക്കെ കൊള്ളാം. എന്നെയോ മോളെയോ വിളിക്കണം. വിളിച്ചിട്ടാകണം ഈ പരീക്ഷണം. കാണാതെ എവിടെയെങ്കിലും പോയി വീണാൽ കുഴപ്പമാവില്ലേ?" "തുകിന പോയോ?" "പോയി. സമയം 10 പ്രഷറിൻ്റെ ഗുളിക കഴിക്കണം." സുമ പറഞ്ഞു. "നേരത്തെ 2-3 എണ്ണം കഴിച്ചല്ലോ." "അത് വേറെയാ." റാംമോഹൻ അത് വാങ്ങി കഴിച്ചുകൊണ്ട് സെറ്റിയിൽ വന്നിരുന്നു. ബ്ലെയിൻ ഗെയിൻ എടുക്കാൻ പാകത്തിൽ ചാരി വെച്ചു. സുമ അരികത്തായി ഇരുന്നു. റാംമോഹൻ്റെ ഫോൺ റിങ് കേട്ട് സുമ അതെടുത്ത് റാംമോഹന് നൽകി. അത് നിഖിലയുടെ ഭർത്താവ് ശശാങ്കനായിരുന്നു. "നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ." "മനസ്സിലാവില്ല," അയാൾ പറഞ്ഞു. "ഞാൻ ഗോവിന്ദൻ്റെ അച്ഛനാണ്. ഇപ്പോൾ മനസ്സിലായോ?" "അതിന് ഞാനെന്ത് വേണം?" റാംമോഹൻ ചോദിച്ചു. "അവൾ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു." "അതിനെന്താ?" "അതിന് കാരണം നീ പൊട്ടക്കണ്ണനായപ്പോൾ എൻ്റെ കുടുംബം തകർന്നു." "ഞാൻ ഒരു സത്യം അല്ലേടാ പറഞ്ഞത്." "സൂക്ഷിച്ച് സംസാരിക്കണം." "എനിക്കൊന്ന് കേൾക്കണ്ടടോ. ഞാൻ കട്ട് ചെയ്യുവാണേ." റാംമോഹൻ ഫോൺ കട്ട് ചെയ്തു. സുമ ചോദിച്ചു, "ആരാ?" "ഗോവിന്ദൻ്റെ അച്ഛൻ. നിഖില ഡൈവേഴ്സ് നോട്ടീസ് അയച്ചുവെന്നോ മറ്റോ." "അത് എൻ്റെ വിഷയമല്ല. ശശാങ്കൻ്റെ കാര്യം ഞാനെന്തിനറിയണം?" "എനിക്ക് ഒരു സ്വസ്ഥതയില്ല സുമേ. ഒരു കാര്യം ആലോചിച്ചാൽ ശശാങ്കൻ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. ഇപ്പോൾ അതൊക്കെ ഒന്നൊന്നായി അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് നിന്നെ കാണാനാവില്ല. ഇരുട്ടത്ത് തട്ടി വീഴുന്നു. കൈ നടത്താൻ മോൾക്കും കണ്ണില്ലാത്ത കുരുടൻ സഹതാപം നിനക്കും കൂടി വന്നു തുടങ്ങി. നീ ഉണ്ടോ ഉറങ്ങിയോ എന്നൊന്നും എനിക്ക് അറിയില്ല. പത്രം വായിക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല. ഫോൺ ആരാണ് വിളിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. അതിലുപരി നിങ്ങളുടെ മുഖം എനിക്ക് കാണാനാകുന്നില്ല. നിങ്ങളെ പുറത്തു കൊണ്ടുപോയില്ല ഞാൻ. സിനിമയ്ക്ക് പോലും. രഘുവേട്ടനും പോയി. രഘുവേട്ടനാണ് ഈ ദുരന്തം വരുത്തിയത്. ഞാനും മരിച്ചാൽ മതിയായിരുന്നു." അയാൾ കരഞ്ഞു. "എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചേട്ടാ? നിങ്ങൾക്ക് കണ്ണുകളായി ഞങ്ങളില്ലേ? ഇതൊരു രോഗാവസ്ഥയാണ്. ഡോക്ടറോട് പറഞ്ഞ് ഏത് രാജ്യത്തായാലും കണ്ണ് തെളിയിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്." മോള് പറഞ്ഞു. "ഡോക്ടർ വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. രോഗം എന്ന് കരുതിയാൽ പോരെ? ശുശ്രൂഷിച്ചാൽ ഏത് രോഗവും മാറില്ലേ? ഞങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ സങ്കടം വേണ്ട. കുട്ടികളെ പോലെ കരയരുത്." റാംമോഹൻ വാ പൊത്തി കരഞ്ഞു. "ഗൾഫിൽ 20 വർഷം പണിയെടുത്തു. പണിക്കാരനായി പണമില്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഒന്ന് പഠിച്ചേനെ നമ്മൾ 3 പേരും. ഇന്ന് നമ്മുടെ വീട്ടുജോലിക്ക് ആളുണ്ട്. നാട്ടിൽ വിലയുണ്ട്. വീടുണ്ട്. കണ്ണുള്ള പലർക്കും ഇല്ലാത്തതൊക്കെ നമുക്കുണ്ടല്ലോ. അതുപോരെ? ഇപ്പം ഉള്ളതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം. സങ്കടപ്പെട്ടിട്ട് രോഗങ്ങൾ വരുത്താനേ കഴിയൂ. ഇന്നത്തെ ദുഃഖം രാത്രി പോലെ, നേരം പുലരുമ്പോൾ ഇരുളു മറയുന്നത് പോലെ നമുക്കുള്ള അവസ്ഥകൾ മാറും." "മാധവൻ്റെ ഭാര്യ അയാളെ കളഞ്ഞു അയൽവാസിയുടെ കൂടെ വന്ന് താമസിക്കുന്നു. അയാൾക്ക് കണ്ണുണ്ട്." സുമയുടെ വർത്തമാനങ്ങൾ കേട്ട് റാംമോഹൻ പൊട്ടിച്ചിരിച്ചു. സുമ പറഞ്ഞു, "മതി മതി. ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കണം. എല്ലാം നല്ലതിനെന്ന് കരുതണം എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം ഇന്നലെ വരെ സംഭവിച്ചുവോ അതെല്ലാം നാളെ നല്ലതിനായിരിക്കും കേട്ടോ." റാംമോഹൻ ഭാര്യയുടെ തോളിൽ കൈയിട്ടു. "നമ്മൾ ഒന്നാണ് ചേട്ടാ. ചേട്ടൻ്റെ കണ്ണാണ് എനിക്കുള്ളതെന്ന് കരുതിയാൽ പോരെ?" "എന്നാലും," റാംമോഹൻ പറഞ്ഞു. "ഒരു എന്നാലുമില്ല," സുമ പറഞ്ഞു.